വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സെൽഫ് കെയർ വ്ളോഗാണ്. സെൽഫ് കെയർ എന്ന് പറയാൻ പറ്റും എനിക്കല്ല, കാരണം ഇതിൽ ഞാൻ മെയിൻലി എൻ്റെ ഫേസ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ലൈക്ക് ഫേസിനാണ് ഒന്നുകൂടി കെയർ കൊടുക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, സോ നാളെ എക്സാം ഉള്ള ഒരാളാണ് ഞാനിപ്പോൾ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, എനിക്ക് പെട്ടെന്നുള്ളൊരു മൂഡ് എന്നത് ലൈക്ക് ഈ സെൽഫ് കെയറിൻ്റെ വ്ളോഗ് എടുക്കാന്നുള്ളത്. ലൈക്ക് സെൽഫ് കെയറിനെ പറ്റി എന്നല്ല, ഇത് കുറേ ദിവസം എടുക്കണം എന്ന് വിചാരിച്ചൊരു വ്ളോഗാണ്. കാരണം കുറേ ദിവസം എൻ്റെ ഫേസ് ലൈക്ക് നല്ലപോലെ ഒന്ന് കെയർ ചെയ്തിട്ട്, കാരണം അത്യാവശ്യം നല്ലപോലെ സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ലൈക്ക് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യില്ല കേട്ടോ. ലൈക്ക് ഒരു 1 or 2 വീക്ക് നല്ലപോലെ ചെയ്യും, പിന്നെ ഞാൻ എൻ്റെ ഫേസ് ശ്രദ്ധിക്കേയില്ല. ലൈക്ക് ഇപ്പോൾ ഒരു ദിവസം ഒരു 3 പ്രാവശ്യമെങ്കിലും ഞാൻ ഫേസ് കഴുകിയെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു വട്ടെങ്കിലും ഫേസ് കഴുകിയാൽ അത്രേ ഉള്ളൂ. കാരണം എനിക്ക് ഭയങ്കര മടിയാണ്. ചില ദിവസം ഞാൻ മേക്കപ്പ് കൊടുക്കാൻ ഒന്ന് കിടക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു മൊത്തത്തിൽ ഞാൻ സ്കിൻ കെയർ ലൈക്ക് ഒന്ന് പൊടി തട്ടിയെടുക്കുക എന്നുള്ള പോലെ ഫേസ്. പ്രത്യേകിച്ച് ഇന്ന് ഞാൻ നല്ലപോലെ ടാൻ അടിച്ചിട്ടുണ്ട്, നല്ലപോലെ സൺലൈറ്റിൻ്റെ അടിയിൽ നിന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷമൊക്കെ. സോ ആ ടാൻ എത്രത്തോളം മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ള എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല. പക്ഷെ എനിക്ക് ആകെ മൂടുമായിരുന്നെന്ന് വെച്ചെങ്കിൽ ഞാൻ നല്ലൊരു ഫേസ് പാക്ക് ഇടാന്ന് വിചാരിച്ചു. പക്ഷേ അതിന് വേണ്ട സാധനങ്ങൾ ഇവിടെ ഇല്ല. ലൈക്ക് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ ഇന്ന് അത് തീർന്നു പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഫേസ് നല്ലപോലെ വാഷ് ചെയ്ത് സ്ക്രബ് ചെയ്ത് പിന്നെ നമ്മളെ നോസ് പോർ സ്ട്രിപ്പൊക്കെ ഇട്ട് ലൈക്ക് എനിക്ക് നല്ലപോലെ വൈറ്റ് ഹെഡ്സ് ഉണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയലുണ്ട്, നമ്മൾ ഇങ്ങനെ കാണുന്ന പോലെയേ അല്ല നമ്മൾ നേരിട്ട് ലൈക്ക് ഒരു റിയാലിറ്റി, ലൈക്ക് എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറഞ്ഞ പോലെ. ലൈക്ക് അങ്ങനെയൊന്നുമില്ല. ഇപ്പം എൻ്റെ ഫേസ് നിങ്ങൾ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, കുറേ ചെറിയ ചെറിയ പിമ്പിൾസ് ഉണ്ട്. ലൈക്ക് കണ്ടാൽ നമുക്ക് ഭയങ്കര ചൂടുകുരു പോലത്തെ അങ്ങനത്തെ പിമ്പിൾസാണ്. അത് എന്നോട് ചോദിക്കാറുണ്ട് എല്ലാവരും, ലൈക്ക് ചൂടുകുരു ആണോ എന്നുള്ളത്. പക്ഷെ അല്ലാതെ എന്തോ പിമ്പിൾസ്. ലൈക്ക് ഞാൻ ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ട്രൈ ചെയ്യില്ല എൻ്റെ ഫേസിൽ. സോ മേ ബി അതായിരിക്കാം. പിന്നെ എനിക്ക് ഫേസിൽ അത്യാവശ്യം നല്ലോണം ഹെയർസ് ഉണ്ട്, പിന്നെ ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. ആക്നെ പിമ്പിൾസ് എന്ന് പറയാൻ മാത്രമല്ല, എന്നാലും കുഞ്ഞു കുഞ്ഞു പിമ്പിൾസാണ്. സോ അങ്ങനെയുള്ള ഇംപെർഫെക്ഷൻസും ഉള്ള ഒരാൾ തന്നെയാണ് ഞാനും. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഞാൻ വിചാരിച്ച് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ ഇപ്പോൾ എൻ്റെ ഫേസ് നല്ലപോലെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ഹിമാലയൻ്റെ ഫേസ് വാഷാണ് യൂസ് ചെയ്യല്. ലൈക്ക് നോർമൽ, ലൈക്ക് ഒട്ടുമിക്ക ആൾക്കാരും ഹിമാലയ യൂസ് ചെയ്യില്ല, ആ ഒരു രീതിയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ലൈക്ക് നമുക്കൊരു നോർമൽ ഫേസ് വാഷായിട്ട് യൂസ് ചെയ്യുന്നത്. നോർമൽ എല്ലാവരും യൂസ് ചെയ്യുന്ന നീം പ്യൂരിഫൈങ് ഫേസ് വാഷ്. ഞാൻ ഹിമാലയൻ്റെ അല്ലാതെ വേറെ 1-2 ബ്രാൻഡ്സൊക്കെ മാറ്റി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തീർന്നു പോയപ്പോൾ ഞാൻ തൽക്കാലം ഹിമാലയ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ലൈക്ക് ഹിമാലയ നമുക്ക് എപ്പോഴും ഒരു നോർമൽ ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാം. എനിക്ക് സിമ്പിൾ ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ആഗ്രഹമുണ്ട്. സോ ഞാൻ എൻ്റെ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് എടുത്തു കൊടുത്തത്, കാരണം ഇതിലാണ് ഞാൻ മിറർ നോക്കുന്നത്. ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ടാനൊന്നും ഇല്ലാന്ന്, ബട്ട് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ നൈറ്റാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ ലൈറ്റിൻ്റെ എഫക്റ്റ് കൊണ്ട് മേ ബി തോന്നുമായിരിക്കും. എന്തായാലും നല്ലപോലെ ഇരപ്പായിട്ടുണ്ട് ഫേസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് സ്ക്രബ് ചെയ്യുന്നതിന് മുൻപ് ഫേസ് വാഷ് യൂസ് ചെയ്ത്, അങ്ങനെ ഫേസ് വാഷ് ചെയ്ത് നമുക്ക് സ്ക്രബ് യൂസ് ചെയ്യാം. സ്ക്രബ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ഇതിലാക്കി വെച്ചിട്ടാണ്, ചെറിയൊരു ടിന്നിൽ. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന സ്ക്രബ് ഡോക്ടർ റാഷലിൻ്റെ ടാൻ സ്ക്രബാണ്. ഇത് നല്ലപോലെ റിസൾട്ട് തരുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ടാന് പോയിട്ട് നമ്മുടെ ഫേസ് ഒന്നുകൂടി ബ്രൈറ്റ് ആകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. സോ അതൊരു വലിയ ഒരു ടിന്നാണ്. സോ അന്ന് എനിക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ എടുത്ത് മാറ്റി വെച്ചതാണ്. സോ സ്ക്രബ് ചെയ്യാം ഫസ്റ്റ്. പിന്നെ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ വെച്ച് ഏറ്റവും പഴയ ഡ്രസ്സ് ഇടുക. കാരണം എന്തായാലും നമ്മുടെ ഡ്രസ്സിലൂടെ എവിടെയൊക്കെ ആവും. പിന്നെ ഞാൻ പറയാം, ലൈക്ക് എൻ്റെ കയ്യിൽ തീർന്നു പോയിരുന്ന സംഭവം, ഞാൻ യൂസ് ചെയ്യുന്ന ലൈക്ക് ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമ്മൾ കോഫി പൗഡറും എഗ് വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ടിഷ്യൂ വെച്ചിട്ട് അപ്ലൈ ചെയ്യല്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു, അതാണ്. അപ്പോൾ ഇവിടെ എഗ്ഗ് തീർന്നു പോയി. അപ്പോൾ അതാണ് ചെയ്യാത്തത്. അതും എനിക്ക് തോന്നുന്നു ടാനിങ്ങിനും പിന്നെ അതുപോലെ നമ്മളെ വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മൾ സ്ക്രബ് യൂസ് ചെയ്യാം. സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്ക്രബ് നല്ലപോലെ നമ്മളെ ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം ഒന്ന് പോയി ഫേസ് നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഫേസ് സ്ക്രബ് അപ്ലൈ ചെയ്യുന്നത്. എനിക്കിങ്ങനെ റഫായിട്ട് കിടക്കുമ്പോൾ ലൈക്ക് എന്തോ പോലെ. ഇപ്പം ഞാൻ ജസ്റ്റ്
കുറച്ച് വെള്ളം ഫേസിലാക്കിയിട്ടാണ് ഒന്നുകൂടി സ്ക്രബ് ചെയ്യൽ. ഞാൻ പോയി ഫേസിൽ കുറച്ച് വെള്ളമൊക്കെ ആക്കി വന്നപ്പോൾ സ്ക്രബ് ചെയ്യാൻ ഒന്നുകൂടി ഒരു ഈസി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫേസ് ചെറുതായിട്ടൊക്കെ ഒന്ന് വൃത്തി വെച്ചെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. പിന്നെ നമ്മുടെ ഫേസ് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ടവലോ ഒന്നും വെച്ചിട്ട് ഫേസ് വൈപ്പ് ചെയ്ത് ജസ്റ്റ് ടിഷ്യൂ പേപ്പർ എടുത്ത് വൈപ്പ് ചെയ്യാൻ നോക്കുക മാക്സിമം. ഇപ്പോൾ എനിക്ക് എൻ്റെ ഫേസ് കുറച്ചൊക്കെ ഒരു വൃത്തി വെച്ച പോലെ തോന്നുന്നുണ്ട്, കുറച്ചൊരു പൊടിക്ക് ഒന്ന് വൃത്തി വെച്ച പോലെ തോന്നുന്നുണ്ട്. സോ ഞാനത് പോയിട്ട് നല്ലോണം വാഷ് ചെയ്ത് ഇനി നെക്സ്റ്റ് ഡോക്ടർ റാഷലിൻ്റെ സ്ട്രോബെറി ഫ്ലേവറിലുള്ള നോസ്പോർ സ്ട്രിപ്പാണ്. ഇത് ആക്ച്വലി ബ്ലാക്ക് ഹെഡ്സിനുള്ളതാണ്. എനിക്ക് വൈറ്റ് ഹെഡ്സ് ഉള്ളത്. ബ്ലാക്ക് ഹെഡ്സിന് വൈറ്റ് ഹെഡ്സിനുള്ള യൂസ് ചെയ്യാൻ പാടുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ കുറേ ബാക്കിയുണ്ട്, കാരണം ഇവിടെ ആകെ ബ്ലാക്ക് ഹെഡ്സ് ഐ തിങ്ക് എൻ്റെ ഉമ്മമ്മക്ക് മാത്രമേ ഉള്ളൂ. സോ ഉമ്മമ്മക്ക് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ആക്കാൻ വേണ്ടി മേടിച്ചതാണ് ഞാനിത്. അപ്പോൾ ഇത് നമുക്കൊന്ന് യൂസ് ചെയ്യാം. ഞാൻ കുറേ വൈറ്റ് ഹെഡ്സിൻ്റെ മേടിക്കണം വിചാരിക്കുന്നത്. സോ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പോയപ്പോൾ ഞാൻ കണ്ടില്ല. ഇതിന്ന് വരുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഇതും നമ്മൾ ഫേസിൽ ഇവിടെ വെള്ളമാക്കിയിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കൽ. പിന്നെ നമ്മൾ എന്തെങ്കിലും യൂഷ്വലി ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ മാറ്റി ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പറ്റിയൊന്ന് ഗൂഗിൾ സെർച്ച് നടത്തുക. ഞാനിപ്പോൾ ഈ ബ്ലാക്ക് ഹെഡ്സിന് യൂസ് ചെയ്യുന്ന നോസ്പോർ സ്ട്രിപ്പ് വൈറ്റ് ഹെഡ്സിന് യൂസ് ചെയ്യുന്നതിന് പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഗൂഗിൾ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. സോ നമ്മൾ പ്രത്യേകിച്ച് സ്കിൻ ടൈപ്പൊക്കെ നോക്കിയിട്ടും ഒക്കെ വേണം നമ്മൾ വേറെയുള്ള ഫേസ് പാക്കെല്ലാം അപ്ലൈ ചെയ്യുന്നത്. ഈ ബ്ലാക്ക് ഹെഡ്സിന് യൂസ് ചെയ്യുന്ന നോസ്പോർ സ്ട്രിപ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ചെറിയ രീതിക്കൊക്കെ വൈറ്റ് ഹെഡ്സ് പോരും, പക്ഷെ അങ്ങനെ ലൈക്ക് വൈറ്റ് ഹെഡ്സ് പോരാനുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആക്കാൻ നമുക്ക് പറ്റില്ല. സോ ഇതിപ്പോൾ വെച്ചിട്ട് കുറച്ച് ടൈമായി നമുക്ക് എടുത്ത് നോക്കുമ്പോഴുള്ള വേദന ആൻഡ് ഇത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. വന്നിട്ടുണ്ട് വൈറ്റ് ഹെഡ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് കാണിച്ചു തരാം? നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ചെറിയ രീതിക്കൊക്കെ വൈറ്റ് ഹെഡ്സ് വന്നിട്ടുണ്ട്. ആ ഒരു ചെറിയ രീതിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി, കാരണം നമ്മൾ വൈറ്റ് ഹെഡ്സിനുള്ള സ്ട്രിപ്പൊന്നുമല്ലല്ലോ വെച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അത്യാവശ്യം കുറച്ച് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ലിപ്പിന് പിഗ്മെൻറ്റേഷൻ ഉള്ള ഒരാളാണ് ഞാൻ. വേറെ ഒന്നുമല്ല, ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് തന്നെ. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു തോട്ട്സ് ഉണ്ട്, ലൈക്ക് നമ്മൾ ഫേസിൽ നമ്മൾ ടാൻ അടിക്കുക, അതുപോലെ തന്നെ നമ്മൾ ലിപ്പിലും ടാൻ അടിക്കും വെയിൽ കൊണ്ടിട്ട്. സോ ഓൾവേസ് യൂസ് ലിപ് ബാം, അതുപോലെ തന്നെ SPF ഉള്ള. സോ ഞാൻ എൻ്റെ ലിപ്പിൻ്റെ ടാന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീകൺസ്ട്രക്റ്റിൻ്റെ ഈ ഒരു ലിപ് ബാം ഉണ്ടല്ലോ, ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് മെല്ലെ മെല്ലെ റിസൾട്ട്സ് ഉണ്ട്. ഇതിപ്പോൾ ഏകദേശം തീരാറില്ല, കുറച്ചുകൂടി ഉണ്ട്. ഇപ്പം ഞാൻ യൂസ് ചെയ്തത് ഡോട്ട് ആൻഡ് കെയിൻ്റെ ഒരു ലിപ് ബാമാണ്. ഇത് ചെറിയൊരു ടിൻറ്റഡ് ആണ്. സോ നമുക്ക് ഇത് റിമൂവ് ചെയ്തിട്ട് ഈ ഒരു ലിപ് ബാം ഇടാം. ഓക്കെ, ഡോട്ട് ആൻഡ് കെയിൻ്റെ ലിപ് ബാമിൻ്റെ ടിൻറ്റ്. അപ്പോൾ എൻ്റെ ലിപ്പിലുള്ള ആ ഒരു ടിൻറ്റഡ് കളർ ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്തു, ടിഷ്യൂ വെച്ചിട്ട് മൊത്തത്തിൽ വൈപ്പ് ചെയ്തെടുത്ത്. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരിക്കലും SPF ഉള്ള പ്രൊഡക്ട്സ് നൈറ്റ് യൂസ് ചെയ്യരുത്. അതെനിക്ക് ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഓർമ്മ ഉണ്ടായില്ല. നിങ്ങൾക്ക് പ്രൊഡക്ട്സ് കാണിച്ചു തരാമെന്നുള്ള രീതിക്കാണ് ഞാനത് അപ്ലൈ ചെയ്തത്. ഒരിക്കലും SPF പ്രൊഡക്ട്സ് നൈറ്റ് യൂസ് ചെയ്യരുത്. ഓക്കെ, ഈ ഒരു ലിപ് ബാം ഇട്ടാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇട്ടുന്നതാണ് എത്രയും ബെറ്റർ. ബിക്കോസ് ഇതിട്ട് നമ്മളെ ലിപ്പ് ഒരു ഗ്രേയിഷ് ടൈപ്പ് ഓഫ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ അങ്ങനെ ഇട്ട് നമുക്ക് പെട്ടെന്ന് പുറത്ത് ആൾക്കാരുടെ ഇടയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇന്നത്തെ നമ്മുടെ സെൽഫ് കെയർ ഞാൻ എന്ത് ചെയ്ത് ഡോട്ട് ആൻഡ് കെയിൻ്റെ മോയ്സ്ചറൈസർ വെച്ചിട്ട് എൻഡ് ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഫേസ് എല്ലാം കുറച്ചൊരു ക്ലീൻ ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നമുക്ക് മോയ്സ്ചറൈസറോടെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഫേസിലെ സ്റ്റെപ്സ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. സോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. താങ്ക് യു ഫോർ വാച്ചിങ്.